ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, കേരള പോലീസിലേക്ക് ഡ്രൈവർ റാങ്കിൽ കോൺസ്റ്റബിളിനെ വിളിച്ചിരിക്കുകയാണ്. അതായത് മെയിലിനും ഫീമെയിലിനും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1/2025 ആണ്. അതായത് വരുന്ന ജനുവരി 1 തീയതി വരെ മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 427/2024 എന്ന നമ്പറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് അപേക്ഷിക്കേണ്ടത് നമുക്കറിയാമല്ലോ, കേരള PSC 1 ടൈം രജിസ്ട്രേഷൻ ഉള്ളവർക്കെല്ലാം കയറി അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് ഒരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വിശദ വിവരങ്ങളാണ് പറയാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ആണ്. ഇതിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയാണ്. ഒപ്പം തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉണ്ട്. ഇതിന്റെ സാലറി അല്ലെങ്കിൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് 31,100 മുതൽ 66,800 എന്ന് പറയുന്ന പേ സ്കെയിലിൽ വരുന്ന ഒരു തസ്തികയാണ്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ നിലവിൽ വേക്കൻസികളൊന്നുമില്ല. പുതുതായിട്ട് വരുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളിലായിരിക്കും നിയമനങ്ങൾ നടക്കുന്നത്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ പ്രായപരിധി സാധാരണ കോൺസ്റ്റബിളിലൊക്കെ കാണുന്ന പോലെ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഇതിനകത്ത് പ്രായപരിധിയായിട്ട് പറയുന്നത്. അതായത് 2/1/1996 മുതൽ 1/1/2004 ജനിച്ചവരായിരിക്കണം ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഇനി ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ +2 ഓർ ഇക്വലന്റ് ആണ്. അതായത് +2 അതിന് തതുല്യമായ പരീക്ഷയോ നിങ്ങൾ പാസ്സായിരിക്കണം ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതിന്. അതാണ് ആദ്യത്തെ യോഗ്യത. രണ്ടാമതായിട്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് പാസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവർ ബാഡ്ജ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഹെവി വെഹിക്കിൾ തന്നെ ഗുഡ്സിന്റെ വെഹിക്കിളിന്റെയും വേണം, ഒപ്പം തന്നെ എന്തുകൂടി വേണം, നമ്മുടെ പാസഞ്ചർ വെഹിക്കിളിന്റെയും ബാഡ്ജും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലും നിലവിൽ നമ്മുടെ ഏതാണ്ട് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ലൈസൻസും വേണം. ഹസാർഡ് ലൈസൻസ് പോലുള്ള ലൈസൻസ് ഒന്നും വേണ്ട, നിലവിൽ വാഹനങ്ങളുടെ ലൈസൻസ് വേണം. രണ്ടാമതായിട്ട് പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ which is to be provide a practical test conducted by Kerala Public Service Commission during the course of selection. അതായത് നിങ്ങൾക്ക് ഈ ലൈസൻസ് മാത്രം ഉണ്ടായാൽ പോരാ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കേരള PSC ഒരു എൻഡ്യൂറൻസ് പോലൊരു പരിപാടി, അതായത് വാഹനങ്ങളിൽ ഈ ലൈറ്റ് മോട്ടോർ ഗിയർ വെഹിക്കിളിലും അത് കൂടാതെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിലും ഗുഡ്സ് വെഹിക്കിളിലും പാസഞ്ചർ വെഹിക്കിളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരള PSC കണ്ടക്ട് ചെയ്തൊരു ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ഇതും കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യത്തെ ഒരു പ്രൈമറി ഘട്ടം പോലും കടക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ ഇത് പാസ്സായവർക്ക് മാത്രം ഇതിന് ക്വാളിഫിക്കേഷൻ കിട്ടില്ല. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അതിൽ ഹൈറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 168 സെന്റിമീറ്റർ ആൻഡ് 157 സെന്റിമീറ്റർ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്. അതായത് മെയിൽ കാൻഡിഡേറ്റിന് 168 സെന്റിമീറ്ററിൽ കുറയാത്ത ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഫീമെയിലിന് 157 കുറയാത്ത ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി ചെസ്റ്റ് എന്ന് പറയുന്നത് അത് മെയിലിന് മാത്രം ബാധകമാണ്. 81 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. അത് തന്നെ 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും കൂടി പറ്റണം. അതായത് 81 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഉയർത്തി 86 വരെയെങ്കിലും നിങ്ങൾ നെഞ്ചുവിരിവ് ഉയർത്തിയിരിക്കണം. മിനിമം ഹൈറ്റ് ചെസ്റ്റ് മെഷർമെന്റ് ഒക്കെ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയുള്ളവർക്ക് അത് വ്യത്യസ്തമായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വൈസ് കുറവുണ്ട്. 161 76 സെന്റിമീറ്റർ മതി എന്നൊക്കെയുള്ള കുറച്ച് ക്രൈറ്റീരിയകൾ അതിൽ തന്നെ ഇത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ജനറൽ ആസ്പെക്റ്റിലുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കാഴ്ചയുമായിട്ട് ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ, ദൂരക്കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 6/6 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം, ലെഫ്റ്റിനും റൈറ്റിനും 6/6 ഉണ്ടായിരിക്കണം. ഇനി നിയർ വിഷൻ എന്ന് പറഞ്ഞത് 0.5 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം. രണ്ട് കണ്ണിനും, അതായത് നിങ്ങൾക്ക് ഈ വിഷൻ ടെസ്റ്റ് ഇൻഡിവിജ്വൽ കണ്ണിനും നടത്തും, ഇൻഡിവിജ്വൽ ഐക്കും ഈ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും ഇതിന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ് എന്തിരിക്കണം, ക്വാളിഫൈ ആയിരിക്കണം. 5 ഇവന്റ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് 8 ഐറ്റംസ് നടത്തും, അതിൽ 5 ഇവന്റ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ റണ്ണിങ് ആണ്, അടുത്തത് 2 ഹൈ ജമ്പ് ആണ്, 3 ലോങ് ജമ്പ് ആണ്, 4
ഷോർട്ട് പുട്ട് ആണ്. അടുത്തത് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആണ്. ആറാമത്തത് റോപ്പ് ക്ലൈംബിംഗ് ആണ്. ഏഴാമത്തത് പുള്ളപ്സും ചിന്നിങ്ങുമാണ്. എട്ടാമത്തത് 1500 മീറ്റർ ഓട്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനെല്ലാം സെന്റിമീറ്റേഴ്സും ക്രൈറ്റീരിയ ഒക്കെ പറയുന്നത് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഇത് മെയിൽ കാൻഡിഡേറ്റിനാണ് ഏറ്റവും കൂടുതൽ ബാധകമായിട്ട് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ് 5 ഇവന്റിന് പാസ്സായിരിക്കണം. അതായത് അതിന് ക്രൈറ്റീരിയയിൽ കുറച്ച് ഇളവുകൾ, മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിനെ കുറച്ച് ഇളവുകൾ ഫീസ് നൽകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവരവരുടെ കാറ്റഗറി എടുത്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും ഫീമെയിലിന്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തത് നോക്കുന്നത്. ഫീമെയിലിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് 18 സെക്കൻഡ് മതി 100 മീറ്റർ ഓടിയെടുക്കുന്നതിൽ. ഇവിടെ മെയിലിന് 15 സെക്കൻഡ് ആയിരുന്നു. ഇനി ഹൈ ജമ്പ് എന്ന് പറയുമ്പോൾ അത് 90 സെന്റിമീറ്റർ ആണ്. മെയിലിലേക്ക് വരുമ്പോൾ 120 സെന്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് എന്ന് പറയുന്നത് 250 മീറ്റർ ആണ് ഫീമെയിലിന്. മെയിലിലേക്ക് വരുമ്പോൾ 350 മീറ്റർ ആണ്. പുട്ടിംഗ് ഷോട്ട് എന്ന് പറയുന്നത് 4 kg 450 സെന്റിമീറ്റർ ആണ്. ഇവിടെ മെയിലിലേക്ക് എത്തുമ്പോൾ പുട്ടിംഗ് ഷോട്ട് വിട്ട് 7264 ഗ്രാം, അതായത് 7.26 കിലോ 600 സെന്റിമീറ്ററിലേക്ക് മിനിമം എറിയേണ്ടി വരും. ഇനിയും ക്രിക്കറ്റ് ബോൾ ത്രോയിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500 സെന്റിമീറ്റർ ആണ്. നമ്മുടെ 5000 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ക്രൈറ്റീരിയ എങ്കിൽ ഫീമെയിലിലേക്ക് വരുമ്പോൾ അത് 14 മീറ്റർ മാത്രമായിട്ട് കുറയുന്നത്. അങ്ങനെ മെയിലിനും ഫീമെയിലിനും ക്രൈറ്റീരിയകൾ കുറവാണ്. ഇവർ രണ്ടുപേരുടെയും ക്രൈറ്റീരിയകൾ വളരെ സെയിം തന്നെയാണ്, പക്ഷേ ഇളവുകളുണ്ട് ഫീമെയിൽസിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏണസ്റ്റ് അക്കാഡമിക്ക് ഈ കുറഞ്ഞ കാലയളവിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഉയർന്ന റാങ്ക് ലിസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ റാങ്ക് എന്നുള്ളതുപരി നമ്മൾ എല്ലാ റാങ്ക് ലിസ്റ്റിലും നമ്മുടെ കാൻഡിഡേറ്റ്സിൽ ഏതാണ്ട് 30 മുതൽ 50% കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ്. കാരണം ആധികാരികമായ വിജയം എന്ന് പറയുന്നത് ധാരാളം ആൾക്കാരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതും ഉന്നതമായ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ പെടുന്നതുമാണ്. അതായത് നമ്മുടെ മാത്രം എഫേർട്ട് കൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള നേട്ടം ഏണസ്റ്റ് അക്കാഡമിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് അപ്ഡേറ്റ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.